അപ്പോൾ ഹറാമായ വസ്തു അങ്ങോട്ട് കൊടുത്തിട്ട് അല്ലാത്ത വസ്തു ഇങ്ങോട്ട് വാങ്ങുകയാണ്. ഇതിന് നിൽക്കണതാണ്. ദേ പിന്നെയും സ്വാമി, എൻ്റെ സ്വാമി, ഈ ഹറാമും ഈ ഹലാലും സ്വാമിക്ക് അറിയുമോ? ആ പറച്ചിലും പറയുമ്പോൾ തന്നെ സ്വാമിയുടെ മുഖത്തെ ഭാവം നോക്കിക്കേ, എന്തൊരു വെറുപ്പിൻ്റെ ആ ഒരു ഭാവമാണത്. എൻ്റെ സ്വാമി, ഒരു കാര്യം പറയുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ നല്ല വണ്ണം ഒന്ന് പഠിക്കണ്ടേ? നിങ്ങളൊക്കെ തന്നെയല്ലേ ഹലാല് വേണ്ടാന്ന് പറയുന്നത്, ഞങ്ങളല്ലല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിനായി ഹലാല് ഹറാമും പറഞ്ഞാൽ ചിന്തിച്ചോണം. കഴിക്കുവാനും കുടിക്കുവാനുള്ള ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഈ പാല് കഴിക്കുവാൻ അനുവദനീയമാണ്, അഥവാ ഹലാലാണ്. മൂത്രം അനുവദനീയമല്ല, അഥവാ ഹറാമാണ്. ഇനി പൊറോട്ട, ബീഫ് അത് അനുവദനീയമാണ്, ഹലാലാണ്. മലം അത് ഹറാമാണ്. എന്ന് വെച്ചാൽ ഹലാല് അനുവദനീയവും ഹറാം അനുവദനീയമല്ലാത്തതും എന്താണ്? ഞങ്ങൾ ഹലാല് ഭക്ഷിക്കുമ്പോൾ നിങ്ങൾ ഹറാം ഭക്ഷിക്കാൻ പറയുന്നു. അപ്പോൾ ഇതൊക്കെ ആരൊക്കെയാണ് കഴിക്കണമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ലേ?